കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരു പ്രാവശ്യം കൂടി ദൈവവചനവുമായി കാണുവാൻ കർത്താവ് ഒരുക്കി തരുന്ന ഈ നല്ല അവസരങ്ങൾക്കായി ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. എബ്രായർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനൊരു വാക്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമത്രേ. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും നമ്മളെ ഉപേക്ഷിച്ചു പോകുന്ന, നമ്മളെ മാറ്റി നിർത്തുന്ന, നമ്മളെ ഒതുക്കുന്ന, ഒറ്റപ്പെടുത്തുന്ന അനുഭവങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ നാം ആ വ്യക്തി ജീവിതങ്ങളെയാണ് നമ്മുടെ മുമ്പിൽ കാണുന്നതെങ്കിൽ, ആ വ്യക്തി ജീവിതങ്ങളിൽ ആശ്രയിച്ചാണ് ജീവിതം മുൻപോട്ട് പോകുന്നതെങ്കിൽ ഉറപ്പായും പറയാം, അവർ നമ്മളിൽ നിന്ന് അകലുമ്പോൾ നാമും തകർന്നു പോകുവാൻ, നാമും ഉടഞ്ഞു പോകുവാനുമൊക്കെ സാധ്യതയുണ്ട്. എന്നാൽ വചനം പറയുകയാണ്, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും അനന്യനായ ദൈവമാണ്. സഹോദര സഹോദരി, താങ്കളുടെ ആശ്രയം യേശു ക്രിസ്തുവിലാണെങ്കിൽ അവിടത്തേക്ക് ഒരിക്കലും മാറ്റമില്ലാത്തതുകൊണ്ട് താങ്കൾ തകർന്നു പോകാൻ അവിടുന്ന് സമ്മതിക്കത്തില്ല. ആരൊക്കെ താങ്കളെ തള്ളിക്കളഞ്ഞാലും അവിടുന്ന് താങ്കളെ തള്ളിക്കളയത്തില്ല. ഇന്ന് കാണുന്ന ഈ അവസ്ഥകൾക്കകത്തു നിന്നൊക്കെ താങ്കളെ പുറത്തു കൊണ്ടുവരുവാൻ കർത്താവിന് കഴിയും. ഞാൻ ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏതോ ഒരു മുറിയിൽ കയറിയിരുന്ന് ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഏതൊക്കെയോ വ്യക്തി ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് ഈ സമയത്ത് കാണുന്നു. നിങ്ങളുടെ അവസ്ഥകൾക്ക് ഒരു വലിയ മാറ്റം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സംഭവിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് കാണുന്ന അവസ്ഥകളിൽ താങ്കൾ തുടരാൻ ദൈവം സമ്മതിക്കത്തില്ല. താങ്കളെ ചിലർ ഉപേക്ഷിച്ച് കളഞ്ഞു. താങ്കൾക്ക് വിരോധമായിട്ടാണ് അവർ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും അനന്യനായ ദൈവമാണ്. താങ്കളെ കാണുന്ന, താങ്കളുടെ കൂടെയുള്ള കർത്താവ് അനന്യനായ ദൈവമാണ്. ആരൊക്കെ തള്ളിക്കളഞ്ഞാലും, ആരൊക്കെ ഉപേക്ഷിച്ചാലും അവിടുന്ന് താങ്കളെ ഒരു നാളും തള്ളിക്കളയത്തില്ല, ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. ഒരുപക്ഷെ താങ്കളുടെ കണ്ണുനീർ കാണാൻ വേണ്ടി ശത്രു ഒതുക്കിയ പദ്ധതികളൊക്കെ ആയിരിക്കാം ഇത്. പക്ഷേ ഇതിൻ്റെ നടുവിലും ശത്രു ആഗ്രഹിക്കുന്നത് പോലെ, പൈശാചിക ശക്തികൾ ആഗ്രഹിക്കുന്നത് പോലെ കണ്ണുനീരോടെ ഇരിക്കുകയല്ല, മറിച്ച് കർത്താവിനോട് കൂടെ പറ്റിയിരിക്കുക. ഈ അനുകൂലമല്ലാത്ത ഈ അവസ്ഥകളുടെ നടുവിലും കർത്താവിനോട് കൂടെ ഒന്ന് ചേർന്നിരുന്നാട്ടെ, കർത്താവിനോട് കൂടി ഒന്ന് പറ്റിയിരുന്നാട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നത് താങ്കൾക്ക് കാണുവാൻ കഴിയും. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ ബലപ്പെടുക. നിങ്ങളെ തേടി ഒരത്ഭുതം വരുന്നുണ്ട്. ഉറപ്പോടുകൂടിയായിരിക്കുക. കർത്താവ് താങ്കളെ സഹായിക്കട്ടെ. ആമേൻ.